ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുകയാണ്. എന്നിൽ കേൾക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ ബൈബിൾ വേൾഡ് TV. നിങ്ങളുടേതായ സഹകരണവും നിങ്ങളുടേതായ സഹായവും ഞാൻ ആവശ്യപ്പെടുന്നു. ഈ ചാനൽ പ്രൈസലാമേൽ നിങ്ങളാണിത് വളർത്തേണ്ടത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചാനലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ലക്ഷവും കൂടി ആൾക്കാർ ഇത് കേൾക്കട്ടെ. ആത്മാവിൽ വളർച്ചയും വിടുതലും പലർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സന്ദേശം ഞാൻ ആരംഭക്കുറിക്കുകയാണ്. ദൈവസന്നിധിയിൽ ശരണപ്പെടുന്നു. യേശു ക്രിസ്തു പുരുഷാര നടുവിൽ ആനന്ദത്തോടും സന്തോഷത്തോടും പ്രത്യാശയോടും തൻ്റെ ജനമായി കടന്നു പോവുകയും തിരുനാമഹത്വത്തിൻ്റെ വെളിപ്പാടുകളെ വെളിപ്പെടുത്തുകയും സ്വർഗീയനാഥൻ്റെ വചനങ്ങൾ അങ്ങനെ ഉരുവിട്ടും പലർ സന്തോഷിച്ചും പലരും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആനന്ദിച്ച് പോകുന്ന കാലവേളയിൽ റോമ പടയാളികൾ വന്ന് യേശുവിനെ പിടിക്കാൻ വന്നപ്പോൾ ഹല്ലേലൂയ യേശുവിൻ്റെ ശിഷ്യനെ പത്രോസ് വാളെടുത്ത് മഹാപുരോഹിതദാസൻ്റെ കാത് വെട്ടി അറുത്ത് തലയിലിട്ട്. സ്തോത്രം. കാത് കിടന്ന് പിടയ്ക്കുകയാണ്. ഈ കാത് പോയ ഭാഗത്തേക്ക് യേശു ക്രിസ്തു എടുത്ത് ഒട്ടിച്ചു കൊടുത്തത്. ചോര പിന്നെ കാണാനില്ല. ആ വ്യക്തി തപ്പി നോക്കിയപ്പോൾ കാത് അതുപോലെ തന്നെ ഉണ്ട്. ഇനി വേണമെങ്കിൽ പ്രൈസലാമേ ആ റോമാക്കാരത്തിൽ നിന്ന് പറയേണ്ട കാര്യമില്ല. കാരണം കാത് അതുപോലെ തന്നെ ഉണ്ട്. വേണമെങ്കിൽ എൻ്റെ കാത് മുറിച്ച് യേശു എൻ്റെ ശിഷ്യൻ പത്രോസാണെന്നൊരു പക്ഷെ പറയാം. പക്ഷേ തെളിവില്ല. കാരണം കാത് അതുപോലെ തന്നെ ഇരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി. സ്തോത്രം. അല്ലെങ്കിൽ പത്രോസിന് കേസായിട്ട് വരേണ്ടതാ. പക്ഷേ ദൈവം പ്രൈസലോ അവിടെ വിടുതൽ നൽകി. പ്രൈസലോ ദൈവത്തിൻ്റെ അത്ഭുതമായ പ്രവൃത്തികളെ ഓർത്തു നോക്കേ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ചിലത് ചെയ്യുന്നത് സ്തോത്രം എനിക്കും നിനക്കും വലിയ വിടുതലായിത്തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഇവിടെ കാത് എടുത്ത് ഒട്ടിച്ചപ്പോൾ പഴയ കാത് ഇരുന്നത് പോലെ തന്നെ ഇരുന്നു. ഏതേൻ തോട്ടത്തിൽ പ്രൈസലാമേ ഹല്ലേലൂയ ദൈവം ഒരു ഓപ്പറേഷൻ നടത്തി. എങ്ങനെ ഹവ്വയും അതേ ആദാമിൽ നിന്ന് വാരിയെടുത്ത് ഹവ്വയ്ക്ക് കൊടുത്തു. ഒരു ഓപ്പറേഷൻ നടന്നു. അതിൻ്റെ അടയാളമോ പാടമൊന്നുമില്ല. ദൈവം ഇന്നും ആ പ്രൈസല ദൈവത്തിൻ്റെ ആ കരുണയുടെ ബലം ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. ദൈവം ചെയ്തു. അതുപോലെ തന്നെ യേശു ക്രിസ്തു ഇവിടെ കാണിച്ച കാത് അതുപോലെ തന്നെ ഇരുന്നു. പ്രൈസലോം അന്ന് ഓപ്പറേഷൻ ചെയ്തപ്പോൾ യേശു ക്രിസ്തു പ്രൈസലാമേ അടയാളം വന്നിട്ടില്ല മനുഷ്യൻ്റെ ജീവിതത്തിൽ. ഇന്നും ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കണ്ടാൽ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിപ്പാനിടയായിത്തീരും. ദൈവം തൻ്റെ കരുണയുടെ ബലമെടുത്ത് അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വിടുതലുകളെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. ഈ ലോകത്തിൽ വിടുവിപ്പാൻ ഒരുവന് മാത്രമേ കഴിയൂ, നസ്രയനായ യേശു ക്രിസ്തുവിന്. ഇവിടെ കാത് തൊട്ട് സൗഖ്യമാക്കിയപ്പോൾ പഴയ ഒട്ടിച്ചു കൊടുത്തപ്പോൾ ദൈവം വിടുവിച്ചത്. യേശു ഉള്ളിടത്തോളം എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ദൈവം വലിയ വിടുതലായിരിക്കും. ഒരുപക്ഷെ ചിന്തിക്കും, ദൈവത്തിന് വിടുതൽ കാണാൻ കഴിയുന്നില്ലല്ലോ, ദൈവം ഒരു വിടുതൽ തരുന്നില്ലല്ലോ, ഇത്രയും നാളായി ഇറങ്ങി തിരിച്ചു പ്രൈസലോൺ അങ്ങനെ നാമമാത്രം നിലനിന്നിട്ട് ഒരു വലിയൊരു വിടുതൽ കാണാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു പക്ഷേ ചിന്തിക്കും. കാരണം ദൈവം വിടുവിച്ചാൽ നിനക്ക് സകലത്തിനും വിടുതലായിത്തീരും. ഓരോ വിടുതലല്ല തരുമ്പോൾ ഒരു വലിയ വിടുതൽ പ്രൈസലാമേ നിനക്ക് തന്നാൽ ദൈവം അത് അനുഗ്രഹമായി സക്സസ്സാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി കൊണ്ടുള്ള കാര്യം നീ മറന്നു പോകരുത്. സ്വർഗം ആർക്കും കടക്കാരനല്ല. ദൈവം പ്രവർത്തിച്ചാൽ പ്രവർത്തിച്ചത് തന്നെ. പലരും നമ്മെ കണ്ടിട്ട് ഒരു പക്ഷേ കാണാത്ത രീതി പോയെന്ന് വരാം. പലരും നമ്മെ കണ്ടിട്ട് സംസാരിക്കാൻ പോയെന്ന് വരാം. പലരും നമ്മെ പ്രൈസലാമേ കണ്ടിട്ട് മുഷിഞ്ഞെന്ന് വരാം.
പലരും നമ്മെ കണ്ടിട്ട് പ്രൈസലാമേ ഹല്ലേലൂയ ആ സ്തോത്രം മൈൻഡ് ചെയ്യാതെ പോയെന്ന് വരാം. എന്നാൽ ഒരുവൻ ആളിലെ കണ്ടാലും ആളിലെ മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരുവനുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. അവൻ നിന്റെ രോഗത്തിലും നിന്റെ കഷ്ടതയിലും നിന്റെ പ്രയാസങ്ങളിലും നിന്റെ വേദനകളിലും നിന്റെ പ്രതിസന്ധികളിലും നിന്റെ വിഷയങ്ങളിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നസ്രയനായ യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രൈസ് ദി ലോർഡ് വിഷയം എന്ന് പറയുന്നത് പത്രോസിൻ്റെ ജീവിതത്തിൽ വലിയ വിടുതലാണ് ദൈവം നൽകിയത്. പത്രോസ് പറഞ്ഞു, വാൾ തറയിലിടുക, പ്രൈസ് ദി ലോർഡ്, വാളെടുക്കുന്നവരെല്ലാം നശിച്ചു പോകും. കാരണം ദൈവഹിതമില്ലാതെ വാൾ എടുക്കുന്നവരൊക്കെ നശിച്ചു പോകും. ദൈവത്തിൻ്റെ വചനം ഇരുത്തൽ മുറിച്ചുള്ള ഏത് വാളിനെ കഴി മുറിച്ചേറിയതാണ്. വചനം ഒരു വാളാട്ടാണ് ദൈവം പ്രൈസ് ദി ലോർഡ് ആ പ്രൈസ് ദി ലോർഡ് സംസാരിക്കുന്നത്. ഇരുത്തല മുറിച്ചുള്ള വാള് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും മുറിച്ചുള്ളതാണ്. രണ്ട് സൈഡിലും പ്രൈസ് ദി ലോർഡ് വിവരം അറിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സൂക്ഷിച്ച് പ്രൈസ് ദി ലോർഡ് കൈകാര്യം ചെയ്തില്ലെങ്കിൽ മുറിവുണ്ടാവും. പക്ഷേ പ്രൈസ് ദി ലോർഡ് മുറിവുണ്ടായാലും ഉണക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ നിൻ്റെ മുറിവുകൾ ഉണക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ നസ്രയനായ യേശു ക്രിസ്തുവാണ്. കാരണം പലപ്പോഴും ഈ വാൾ ഉപയോഗിച്ച പ്രൈസ് ദി ലോർഡ് മുറിവ് നമുക്ക് തന്നെ നിനക്കും എനിക്കും ഏറ്റിട്ടുണ്ട്. പക്ഷേ നാം എറിക്കാൻ നിൽക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ കൃപ, ദൈവം നമ്മെ പരിപാലിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ വാളിനെ എന്നേ പ്രൈസ് ദി ലോർഡ് മുറിഞ്ഞു പോകേണ്ടതാണ്. എന്നാൽ ദൈവം തൻ്റെ കരമയച്ച പ്രൈസ് ദി ലോർഡ് പ്രവർത്തിക്കുന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. കാലങ്ങൾ നിർണയത്തിനപ്പുറമായി ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവം, ശക്തീകരിക്കുന്ന ദൈവം, പ്രൈസ് ദി ലോർഡ് മാറെ മധുരമാക്കിയ ദൈവമാണ്. മാറയിലരികെ ചെന്നപ്പോൾ കുടിച്ചപ്പോൾ ഹാലലെ കയ്പായി തോന്നി. എന്നാൽ ഒരു വൃക്ഷം വെട്ടി അങ്ങോട്ടും ഇട്ടപ്പോൾ പ്രൈസ് ദി ലോർഡ് മാറ മധുരമായി, സ്തോത്രം, ജനം കുടിപ്പാനിടയായി. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഹാലിലെ അനുഭവം ആദ്യം ഒരുപക്ഷെ കയ്പായിരുന്നാലും പിന്നെ മധുരമാക്കി മാറ്റുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട്. യഹോവ നമ്മെ പ്രൈസ് ദി ലോർഡ് പരിപാലിക്കുവാൻ, നമ്മുടെ കയ്പിൻ്റെ അവസ്ഥകൾ മാറ്റി സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അവസ്ഥയിൽ നടത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എന്നിൽ കേൾക്കുന്ന പ്രിയരെ, എൻ്റെ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആനന്ദത്തിലേക്ക് നടത്തുന്ന ദൈവമാണ്. നീ കയ്പിൻ്റെ അനുഭവമാണോ? ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം മാറ്റി നിന്നെ ആനന്ദത്തിലേക്ക് നടത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ, ദൈവത്തിൻ്റെ വ്യവസ്ഥയുടെ ആഴങ്ങൾ, ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ആഴങ്ങൾ, വചനത്തിൻ്റെ ആഴങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ആഴങ്ങൾ, വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ അളന്നു നോക്കുന്ന ദൈവമുണ്ട്, സ്വർഗത്തിലെ ദൈവം. എൻ്റെ നിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. നാം പലതിലും തെറ്റിപ്പോകുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ്, സ്തോത്രം, നമ്മൾ നടത്തുന്ന ദൈവമുണ്ട്. മാത്രമല്ല നമ്മൾ ചില സംസാരത്തിൽ തെറ്റിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ അക്ഷരത്തിലല്ല സംസാരം. ചില പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് അതുപോലല്ല പോകുന്നത്. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് കാര്യം പറഞ്ഞാൽ അതുപോലല്ല പോകുന്നത്. പലരും തെറ്റിപ്പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിൻ്റെ കൃപ പ്രൈസ് ദി ലോർഡ് കടിഞ്ഞാനിട്ട് പ്രൈസ് ദി ലോർഡ് നമ്മെ സൂക്ഷിക്കുവാനിടയായിത്തീരും. യഹോവയുടെ പ്രൈസ് ദി ലോർഡ് ആമേൻ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നമ്മെ ശക്തീകരിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതികൾ പ്രൈസ് ദി ലോർഡ് നിറവേറ്റി തരുന്ന ദൈവമാണ്. പലരും കുഴഞ്ഞ് ജീവിതത്തിൻ്റെ ഭാരങ്ങളെ കൊണ്ട് കുഴഞ്ഞ് മടുത്ത് എന്ന് നിൽക്കുന്ന ഏതെങ്കിലും ജീവിതമുണ്ടെങ്കിൽ നീ തളരണ്ട. നിന്നെ ബലപ്പെടുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തു വരും. എൻ്റെ കർത്താവ് നിന്നെ വിടുവിക്കും. നീ നടന്ന് കുഴഞ്ഞെങ്കിൽ ഇനി ഒരു സ്റ്റെപ്പ് നടക്കാൻ വയ്യ എന്ന് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളായിരിക്കുന്നെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിന്നെ പ്രൈസ് ദി ലോർഡ് കരങ്ങൾ വായിപ്പാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ തൻ്റെ കരം അയച്ച് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരമുണ്ട്. യഹോവ സ്തോത്രം
ശക്തീകരിക്കുന്ന ദൈവമാണ്. വചനം വിളിച്ചു പറയുന്നു, സ്തോത്രം, ആമേൻ, നമ്മെ വിടിയിപ്പാൻ ഒരുവന് മാത്രമേ കഴിയൂ, കർത്താവായ യേശു ക്രിസ്തുവിന്. ഹബക്കൂക്ക്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, കൊത്തയുടെ ആ അരിയിൽ കയറി നിന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ശക്തി പ്രേക്ഷറാമേൻ ദൈവം കൊടുത്ത് ആലോചന വെളിപ്പെടുത്തി കൊടുത്ത് ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നത്. വൈകിയാലും സമാപ്തിയിലേക്ക് എത്തിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസം വൈകിയാലും ഒരു വർഷം വൈകിയാലും പ്രേക്ഷറോ ദൈവത്തിൻ്റെ ആലോചന സമാപ്തിയിലേക്ക് എത്തിക്കുന്ന ദൈവത്തിൻ്റെ ആലോചന പ്രേക്ഷല ഹബക്കൂക്കിന് കൊടുത്തു. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ദൈവം പ്രേക്ഷലോ അവൻ്റെ കരുണയുടെ ബലത്തിൽ നടത്തുന്ന ദൈവമാണ്. മനുഷ്യൻ ഇന്നും പ്രേക്ഷലാമേ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ പല കാര്യങ്ങളിലും ചിന്തിച്ച് ഭാരപ്പെട്ട് സ്തോത്രം പലതിലും ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വലിയൊരു സമൂഹം ഈ ലോകത്തുണ്ട്. ചിലർ ചിലർ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കണം എന്നുള്ള താല്പര്യത്തിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി ഏൽപ്പിച്ച് ജീവിക്കുന്ന എത്രയോ പേരുണ്ട് എന്നുള്ളത് ദൈവം നോക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ഒരുപക്ഷെ കഷ്ടതകൾ വരാം, പ്രയാസങ്ങൾ വരാം, ബുദ്ധിമുട്ടുകൾ വരാം, ഞെരുക്കങ്ങൾ വരാം, പ്രതിസന്ധി വരാം, പ്രതികൂലം വരാം, പ്രതിഘട്ടങ്ങൾ വരാം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ ഹല്ലേലൂയ അവിടെ പ്രേക്ഷലാമേ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി ജീവിക്കുന്ന ഒരു വിശ്വാസിയാണ് ദൈവം പ്രേക്ഷലാമേ ശക്തീകരിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ വിടുതലുകളെ അനുഭവിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ പ്രേക്ഷലാമേ വലിയ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയും. ലോക മഹിമയിൽ ലോകത്തിൻ്റെ കെടുതികൾ പ്രേക്ഷലാമേ ഹല്ലേലൂയ നടക്കുമ്പോൾ ദൈവം തന്നിൽ ആശ്രയിക്കുന്ന തൻ്റെ ജനത്തെ നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവാണ്. നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ വിഷയങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ അനുദിനമായ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയങ്ങൾക്കും മറുപടി തരുവാൻ ഒരേ ഒരു ദൈവത്തിന് കഴിയും, കർത്താവായ യേശു ക്രിസ്തു. പിശാച് നമുക്കെതിരായി പദ്ധതികൾ പല പ്ലാനും ചെയ്യുമ്പോൾ തകർക്കുവാൻ, ഇല്ലായ്മയാക്കുവാൻ, ലോകത്തിൽ നിന്ന് എന്നേക്കുമായി തകർത്ത് കളയുവാൻ പിശാച് പദ്ധതിയിടുമ്പോൾ അതിൽ പ്രേക്ഷലാമേ വിജയം തരുവാൻ ഒരുവന് മാത്രമേ കഴിയൂ, കർത്താവായ യേശു ക്രിസ്തുവിന്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്നിൽ നിന്നുള്ള കയ്പിൻ്റെ അവസ്ഥ ദൈവം മാറ്റും ദൈവമാണ്. ചിലർ ഹൃദയത്തിൽ കയ്പാട്ട് ജീവിക്കുന്നവരുണ്ട്, സ്തോത്രം. എന്നാൽ പ്രേക്ഷലാമേ ദൈവത്തിൻ്റെ ആലോചനയിൽ പ്രേക്ഷലാമേ കയ്പിൻ്റെ അവസ്ഥ മാറ്റും ദൈവം, അനുഗ്രഹത്തിലേക്ക് നടത്തുന്ന ദൈവത്തിൻ്റെ വ്യവസ്ഥകളുണ്ട്. ഈ ലോകത്തിൽ എമ്പാടും എൻ്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ഹല്ലേലൂയ സന്ദേശം അറിയുകയാണ്. കയ്പിൻ്റെ അവസ്ഥ ജീവിതത്തിലുണ്ടെങ്കിൽ, രാജ്യത്തിലായിരിക്കുന്നവരായാലും പ്രേക്ഷലാമേ ഏത് ലോകത്തിൻ്റെ കോണിലിരിക്കുന്നവരായാലും പ്രേക്ഷലാമേ ഹല്ലേലൂയ ഏത് ഭാഷക്കാരായിരുന്നാലും പ്രേക്ഷലാമേ ഹല്ലേലൂയ ദൈവത്തിന് സന്ദേശം അറിയുന്നു. ദൈവം ഹല്ലേലൂയ കയ്പിൻ്റെ അവസ്ഥകളെ മാറ്റുന്ന ദൈവത്തിൻ്റെ ഒരു കരമുണ്ട്. പല ഹൃദയത്തിൽ കയ്പാട്ട് നടക്കുക ഒരായുസ് മുഴുവനും ചിലർ. എന്നാൽ പ്രേക്ഷലാമേ കരുണാസമ്പന്നനായ ദൈവം പ്രേക്ഷലാമേ പുത്രനെ കൊണ്ട് തകർത്തത് നമ്മെ സ്നേഹിച്ചു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഈ ലോകത്തിൽ പ്രേക്ഷലാമേ ഹല്ലേലൂയ
പുത്രൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥനകളെ കേട്ട് വിടുവിക്കുന്ന ദൈവമാണ്. ഒരു കാര്യം ഞാൻ പറയുന്നത്, ഈശോമേ ഹല്ലേലൂയ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. പക്ഷെ മനുഷ്യന് ജീവിതത്തിൽ ഭയങ്കരമായ ആഗ്രഹങ്ങളാണ്. ലോകം മൊത്തവും വെട്ടിപ്പിടിക്കണമെന്ന് വെച്ചാലും മനുഷ്യൻ്റെ ആഗ്രഹത്തിന് ഒരിക്കലും ഈശോമേ ഹല്ലേലൂയ തൃപ്തി വരില്ല. കാരണം അങ്ങനെ. അപ്പോൾ ദൈവം നിൻ്റെ ആവശ്യങ്ങളെ എന്താണ് പ്രാർത്ഥിച്ചാൽ വിടുതൽ തരുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലുള്ളത്. ഈ ലോകത്തിൽ ഈശോമേ ആത്മീയത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വിട്ടുപോകാത്ത രീതിയിൽ ഉള്ള അനുഗ്രഹങ്ങൾ മാത്രമേ ദൈവം തരൂ. കാരണം ഒരു വ്യക്തി ദൈവഭാഗത്തിലേക്ക് വരുമ്പോൾ ദൈവഭാഗത്തിൽ നിന്ന് വിട്ടുപോകരുത്. അതിനകത്ത് നിൽക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ കൂടെ ദൈവം വിടുതൽ തന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതാണ് ദൈവം. പ്രൈസലോം. അതാണ് ദൈവം ഹല്ലേലൂയ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ സ്വന്തം നമ്മുടെ ആവശ്യങ്ങളെ അനുദിനമായി നടത്തുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, നിനക്ക് സകലവും തന്നിട്ട് നിൻ്റെ ആത്മാവ് നരകത്തിൽ പോയാൽ അത് പ്രയോജനമില്ല. അതുകൊണ്ടാണ് ദൈവസന്നിധി നിലനിർത്തി വേണ്ട കാര്യങ്ങൾ ചെയ്ത് നടത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു നിമിഷം കൊണ്ട് ഈശോമേ ഹല്ലേലൂയ പല കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാൻ കഴിയും. വലിയ സമ്പന്നനാക്കാൻ കഴിയും. പക്ഷേ ആക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവഹിതമില്ലാതെ സമ്പന്നങ്ങളായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവഹിതമുള്ള സമ്പന്നനായിക്കഴിഞ്ഞാൽ ഈശോമേ ദൈവത്തിൽ നിന്ന് വിട്ടുപോകും. ദൈവത്തിൻ്റെ വഴി വിട്ടുപോകും. അതുകൊണ്ട് ദൈവം ഒരു പരുവത്തിന് ദൈവസ്ഥനാക്കി വേണ്ട കാര്യങ്ങൾ തന്ന് നടത്തുന്നതിൻ്റെ കാര്യം ഇതാണ്. പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവത്തിൻ്റെ വചനം അപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈശോമേ ഹല്ലേലൂയ ആത്മാവിൻ്റെ ആഴങ്ങളെ അറിയും ദൈവം, വിശ്വാസത്തിൻ്റെ ആഴങ്ങളെ അറിയും ദൈവം, പ്രവൃത്തിയുടെ ആഴങ്ങൾ അറിയും ദൈവം, നന്മയുടെ ആഴങ്ങൾ അറിയും ദൈവം, എൻ്റെ നിൻ്റെ സംഭാഷണത്തിൻ്റെ ആഴങ്ങൾ അറിയുന്ന ദൈവം, എൻ്റെ നിൻ്റെ ജീവിതത്തിൻ്റെ ആഴങ്ങൾ അറിയും ദൈവം, എൻ്റെ നിൻ്റെ ജീവിതത്തിൻ്റെ ഈശോമേ ആഴങ്ങൾ വെളിപ്പെടുത്തി തരുന്ന ദൈവമാണ്. അതുകൊണ്ട് എത്രത്തോളം ഈശോ നാം വിശ്വാസത്തിലായിരിക്കുന്നു, സംഭാഷണമല്ല മറിച്ച് ഈശോമേ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്. പ്രവൃത്തിയുള്ള വിശ്വാസം ഈശോ ജീവനുള്ളതാണ്. പ്രവൃത്തി വേണം. ഈശോമേ ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈശോമേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അവസ്ഥയ്ക്കനുസരിച്ച് ഈശോ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന പ്രവൃത്തി അവർ ചെയ്യുന്നു. അതുപോലെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവിനനുസരിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കണം. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് കാണുന്നത്. ഈശോമേ ഹല്ലേലൂയ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തത്. ദൈവത്തിൻ്റെ ആലോചനയിൽ ഈശോമേ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ ഹിതത്തിനൊത്തവണ്ണം നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒരു ഹല്ലേലൂയ പ്രാർത്ഥനയുടെ ഗോപുരം നമ്മുടെ ജീവിതത്തിലുണ്ട്. യെരമ്യാവ് ഈശോമേ ഹല്ലേലൂയ ഈശോമേ സഭ ആരംഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. യെരമ്യാവ് ഈശോമേ ഹല്ലേലൂയ അതേ പ്രവചിച്ച വചനങ്ങൾ നിറവേറിയ കാലഘട്ടങ്ങളിൽ അവരുടെ ആരാധനകൾ തീവെച്ചു നശിപ്പിച്ചപ്പോൾ ഹല്ലേലൂയ ശത്രുവായ പിശാച് തകർത്തപ്പോൾ ദൈവം ഹല്ലേലൂയ ആലോചന യെരമ്യാവിന് ലഭിച്ചു. ഹല്ലേലൂയ ദൈവസ്ഥലം നിറപാട് അടിച്ചു കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആലയത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ആലോചനത്തിന് വേണ്ടി, ആലയത്തിന് വേണ്ടി കരഞ്ഞു യെരമ്യാവിനെ പോലുള്ളതായ ചില പ്രവാചകന്മാരെ അല്ലെങ്കിൽ ചില വിശ്വാസികളെ ആവശ്യമാണ്. കാരണം ദൈവസന്നിധിയിൽ ആലയത്തിന് വേണ്ടി കരയുന്ന,
പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആല ആരാധനാലയത്തിന് വേണ്ടി കരയുന്ന പ്രൈസലോ ആരുണ്ട്? അവരെ ദൈവം സഹായിപ്പാൻ ശക്തനായ ദൈവമാണ്. അനേക ദൈവത്തിൻ്റെ ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മറിച്ച് പ്രൈസലോ എവിടെയാണ് ആരാധന ആലയം തകർക്കപ്പെട്ടത്, അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ആരാധന ആലയം, ദൈവം ആരാധിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത്. അവർക്ക് ആരാധിപ്പാൻ ഇടം കൊടുത്തില്ലെങ്കിൽ ആരാണ് പ്രൈസലാമൻ തകർത്തത്? ആ പ്രൈസലാമൻ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ അത്ഭുത കരം ഈ നാളുകളിൽ പ്രവർത്തിപ്പാനിടയായിത്തീരും. യഹോവ പ്രൈസലാമൻ യെരമ്യാവിൻ്റെ പ്രൈസല ജീവിതത്തിൽ ദൈവമായുള്ളതായ പ്രൈസല വിശ്വാസത്തിൽ ആലയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന യെരമ്യാവ് പ്രൈസല പ്രാർത്ഥിച്ചു. ഈ നാളുകളിൽ പ്രൈസലാമേ ദൈവത്തിൻ്റെ ദൈവാലയത്തിന് വേണ്ടിയുള്ള എരിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അനേക ഇടങ്ങളിൽ പ്രൈസലോ ദൈവ ആലയങ്ങൾ കൊട്ടി അടയ്ക്കുമ്പോൾ പ്രൈസലാമേൻ ദൈവജനത്തിന് ആരാധിക്കാൻ നിവൃത്തിയില്ലാതെ അനുഭവങ്ങൾ പലരും ആയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രൈസലാമേ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി പ്രൈസലാമേൻ ആരംഭിപ്പാൻ കാലമായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി പ്രൈസലോ തൻ്റെ പ്രവൃത്തി ദൈവം തികയ്ക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ വ്യവസ്ഥയോട് പ്രൈസല എതിർക്കുന്നവർ, ദൈവത്തിൻ്റെ വ്യവസ്ഥയോട് മത്സരിക്കുന്നവർ, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിഘടം വരുത്തുന്നവരെ, ദൈവത്തിൻ്റെ ആലോചനകൾക്ക് പുച്ഛിക്കുന്നവരെ, ദൈവത്തിൻ്റെ ആലോചനയെ മറുതലിക്കുന്നവരെ, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് തടസ്സമായി നിൽക്കുന്നവരെ പ്രൈസലോ ദൈവം ഹല്ലേലൂയ പ്രൈസലോ തൻ്റെ കരം അയച്ച പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രൈസലാമേ പ്രാർത്ഥന ഒരു വലിയ വിടുതലായി മാറും. എവിടെയാണ് ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടത്, അവിടെ പുതിയ ആരാധനാലയങ്ങൾ അത് ഉണ്ടാവണം. മറിച്ച് ദൈവത്തെ സത്യത്തിൽ ആരാധിക്കുന്ന, സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്നവരെ പ്രൈസലോ ദൈവം ഒരുക്കണം. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. യഹോവ തൻ്റെ വചനം അയച്ചു വിടുവിക്കുന്നു. യഹോവ പ്രവൃത്തിക്കുന്ന ദൈവമാണ്. യഹോവ പ്രവൃത്തിയിൽ ശക്തനായ ദൈവമാണ്. ദൈവത്തിൻ്റെ വചനം പ്രൈസലാമേൻ ഇന്നും എന്നിൽ നിന്നിലും പ്രൈസലോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകത്തെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ട് ദൈവം ചില അഭിഷേക തലങ്ങൾ ദൈവം നൽകട്ടെ. എന്നിലും നിന്നിലും പ്രൈസലോ ചില രാജകീയ അഭിഷേകം ദൈവം നൽകട്ടെ. പ്രൈസലോ ദൈവത്തിൻ്റെ പുത്തൻ അഭിഷേകം നൽകട്ടെ. സ്തോത്രം ഹല്ലേലൂയ. ഈ ദുഷ്ടലോകത്ത് പിശാചിൻ്റെ പദ്ധതികളെ അവൻ എഴുന്നേൽക്കുമ്പോൾ പ്രൈസലോ അതിനെ തകർക്കുവാൻ എൻ്റെ കർത്താവ് എഴുന്നേൽക്കാൻ പോവുകയാണ്. എവിടെയാണ് സഭകൾ തകർക്കപ്പെട്ടത്, അവിടെ കർത്താവ് എഴുന്നേൽക്കാൻ പോവുകയാണ്. ഇതിനറിയൂ പ്രൈസലോ സഭ പണിയാൻ. പ്രൈസലോ ദൈവം പണിഞ്ഞാൽ പ്രൈസലോ ആർക്കും തകർക്കാൻ കഴിയില്ല. അതാണ് യേശുവിൻ്റെ കരം. പ്രൈസലോട് ദൈവം പ്രൈസലാമേൻ സഭ പണിയും. ദൈവം അതിൽ തൻ്റെ ആലോചന നിറവേറ്റും. ദൈവം തൻ്റെ കരം പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കും. തൻ്റെ ജനത്തിൻ്റെ മേലിൽ ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കും. ഹല്ലേലൂയ. ദൈവം എന്നെ വിളിച്ചത് പ്രൈസലാം ദൈവത്തിൻ്റെ കരുണയുടെ ബലത്തിൽ ഇരിക്കുവാനല്ല, മറിച്ച് ദൈവത്തിനോട് പ്രവർത്തിപ്പാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും എന്നും എപ്പോഴും ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ട്. സകല പ്രവാചകന്മാരെയും ദൈവം വിളിച്ചു വേർതിരിച്ചെങ്കിൽ പ്രവാചകന്മാരിൽ കൂടെ ദൈവത്തിൻ്റെ സന്ദേശം ദേശത്ത് അയച്ചെങ്കിൽ പ്രൈസലോ ചില വ്യക്തികളോട്, ചില രാജാക്കന്മാരോട് പ്രൈസലോ ദൈവത്തിൻ്റെ വചനം അയച്ചെങ്കിൽ അത് അതുപോലെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു തൻ്റെ പ്രവൃത്തി തികയ്ക്കും. യേശു ക്രിസ്തു ഇറങ്ങി വരും. യേശു ക്രിസ്തു തൻ്റെ കരം പ്രവർത്തിക്കും. ഇന്നും പ്രൈസലോ
യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി എന്താന്ന് അറിഞ്ഞുകൂടാത്തവർ സ്തോത്രം ആളിൽ പെന്തക്കോസ്ത് സ്ഥലങ്ങളിലുണ്ട്. അതുകൊണ്ട് നിന്റെ ദൈവത്തെ ആരാണെന്ന് നീ തിരിച്ചറിയുക. ഈ നാടുകളിൽ ആരെങ്കിലും യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ നാളുകളിൽ പ്രവേശിച്ചുള്ള യേശുക്രിസ്തുവിനെ തിരിച്ചറിയുക. കാരണം യേശുവിൻ്റെ കരത്തിൽ ഒരു വീശുമുറമുണ്ട്. യേശുവിൻ്റെ കരത്തിൽ ഒരു വീശുമുറമുണ്ട്. കളത്തെ മുറ്റും പ്രവേശിച്ചുള്ള വെടിപ്പാക്കി ഹാലലിയ കതിര് കൊണ്ടുവന്ന് ഹാലലിയ അതേ കൊണ്ടിട്ട് വീശി പതിര് വേറെയും നണി വേറെയുമായി മാറ്റുന്ന ഒരു പ്രവേശിച്ചുള്ള വ്യവസ്ഥ യേശുക്രിസ്തുവിലുണ്ട്. അതുകൊണ്ട് വീശുമുറമുണ്ട് ദൈവസന്നിധിയിൽ. പതിരെല്ലാം പറന്നു പോകും, നണി അവിടെ കിടക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രവേശിച്ചുള്ള യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഒരു വീശുമുറമുണ്ട്. സ്തോത്രം. ഈ വീശുമുറം ഹാലലിയ പലർക്കും ഭാരമായി തീരാൻ ഇടവരുത്തരുത്. സ്തോത്രം. എന്നാൽ പ്രവേശിച്ചുള്ള അത് അനുഗ്രഹമായി മാറ്റുന്ന ഒരു വീശുമുറമാണ്. കർത്താവ് എഴുന്നേൽക്കും. പ്രവേശിച്ചുള്ള വീശുമുറമായി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അവൻ്റെ വചനം, യേശുക്രിസ്തുവിൻ്റെ ശക്തി, യേശുക്രിസ്തുവിൻ്റെ ആലോചന പ്രവേശിച്ചുള്ള വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വലിയ കരുണോ ഉദയം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ ഒരു വീശുമുറമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ശക്തനായ ദൈവമാണ്. പഴയ നിയമത്തിൽ മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. സ്തോത്രം. പത്രോസിൻ്റെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ മോശയുടെ കയ്യിരുന്ന വടി അത്ഭുതത്തിൻ്റെ വടിയായിരുന്നു. എന്നാൽ പത്രോസിൻ്റെ കയ്യിരുന്ന വാള് പ്രവേശിച്ചുള്ള നാശത്തിൻ്റെ വാളായിരുന്നു. എന്നാൽ ആ പത്രോസിൻ്റെ അടുത്ത് പറഞ്ഞ വാൾ തറയിടാൻ പറഞ്ഞു. വാളെടുക്കുന്നവനെല്ലാം നശിച്ചു പോകും. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ വീശുമുറമുണ്ട്. സർവശക്തനായ ദൈവത്തിൻ്റെ അരുളപ്പാടുകളാൽ, ദൈവത്തിൻ്റെ ആലോചനയിൽ, ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ വ്യവസ്ഥകളെ, ദൈവത്തിൻ്റെ നിയമങ്ങളെ, ദൈവത്തിൻ്റെ ആലോചനകളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വിടുതലുകളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഹല്ലേലൂയ പ്രൈസലാമേ നടത്തുന്ന യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഹല്ലേലൂയ ഒരു വീശുമുറമുണ്ട്. അവൻ ഒരിക്കൽ വീശും. വീശാന്ന് പറയുമ്പോൾ പ്രൈസലോ ഹല്ലേലൂയ ആവി വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം കാറ്റുകൊള്ളാനല്ല, മറിച്ച് വീശുമ്പോൾ ഈ വീശുമുറം കൊണ്ടും വീശുമ്പോൾ പതിര് വേറെ കതിര് വേറെ മാറ്റുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പല്ലവത്വത്തെ ഓർത്ത് ഈ നാടുകൾ ദൈവത്തെ സ്തുതിക്കുക, അവനെ ആരാധിക്കുക, യേശുക്രിസ്തുവിനെ ഭയപ്പെടുക, യേശുക്രിസ്തുവിനെ ആരാധിക്കുക. യേശുക്രിസ്തുവായ ദൈവത്തെ നീ പ്രൈസ് ദി ലോർഡ് ആരിൽ പൂജിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവിനെ നീ പ്രൈസ് ദി ലോർഡ് ധിക്കരിക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. കാരണം ഹല്ലേലൂയ ആര് മാറിയാലും യേശു ഒരു നാളും മാറില്ല. സ്നേഹിതരെല്ലാം പ്രൈസ് ദി ലോർഡ് നമ്മെ ഉപേക്ഷിച്ചാലും യേശു ഒരിക്കലും മാറില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എതിരായിട്ട് ആരെങ്കിലും കരുവാട്ട് നിർത്തിയാലും പ്രൈസ് ദി ലോർഡ് യേശു മാറില്ല. ആരെങ്കിലും അനുയോജ്യമായി നമുക്കെതിരായിട്ട് ആരെങ്കിലും അരികിൽ കരുവാട്ട് നിർത്തുന്നവരുണ്ട്, അവനെ ദൈവം തൊടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആ വീശുമുറവുള്ളിടത്തോളം എനിക്കും നിനക്കും ഹല്ലേലൂയ ഒരു കരുവാട്ട് ഒരുത്തനെ ഇരുത്തത്തില്ല ദൈവം, ഒരു ശത്രുവായിട്ട് ദൈവം ഇരുത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്. മറിച്ച് ഹല്ലേലൂയ ഒരു ചാരനായ ദൈവം ഇരുത്തത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ കയ്യിൽ ഒരു വീശുമുറമുണ്ട്. ഇത് വീശിയാൽ പ്രൈസ് ദി ലോർഡ് അത് എനിക്കും നിനക്കും എതിരായി നിൽക്കുന്ന ശത്രു ഹല്ലേലൂയ അത് പറന്നു പോകും. വീശുമുറം കൊണ്ട് ഇതിനെ കാറ്റ് തട്ടുമ്പം തന്നെ ശത്രു പറന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരത്തെ ഇന്ന് ഈ നിമിഷം ദൈവസ്ഥാനത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആലോചന നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ.
ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ. അതുകൊണ്ട് മുഖ്യമായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ വീശുമുറമുണ്ടായിരുന്നു, മോശയുടെ കയ്യിൽ വടിയുണ്ടായിരുന്നു, പത്രൂസിൻ്റെ കയ്യിൽ വാളുണ്ടായിരുന്നു. വാൾ തറയിടാൻ പറഞ്ഞു. വാളെടുക്കുന്നതെല്ലാം നശിച്ചു പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവചനം ഇരുതൽ മുറിച്ചുള്ളതിനേക്കാൾ മുറിച്ചേറിയതാണ്, രണ്ടു വശത്തും മുറിച്ചിട്ടുണ്ട്. ഈ വാൾ ഉപയോഗിക്കുന്നത് വേണ്ടുന്ന രീതി ഉപയോഗിച്ചാൽ അനുഗ്രഹം ഉണ്ടാകും, അതല്ല വേണ്ടാത്ത രീതി ഉപയോഗിച്ചാൽ ശാപം ഉണ്ടാകും. ഇതേതാണ് നാം എടുക്കേണ്ടത്? നാം തന്നെ തീരുമാനിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആലോചന ഏറ്റെടുത്തുകൊണ്ട് ഉപയോഗിച്ചാൽ ദൈവം അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ വചനങ്ങളാലെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കും. ദൈവനാമത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ.